എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 1 ശ്ലോകം 11, 12, 13, 14, 15, 16, 17, 18 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവൻ പുത്രന്മാർക്ക് ശാപമേൽക്കേണ്ടി വന്നത് എങ്ങനെയാണ് എന്ന പരീക്ഷിത്ത് മഹാരാജാവിന്റെ ചോദ്യത്തിന് ശ്രീ സുഖബ്രഹ്മർഷി മറുപടി പറയണം. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. കർമാണി പുണ്യനിവഹാനി സുമംഗളാനി ഗായജ്ജഗൽ കലിമലാപഹരാണി കൃത്വാ കാലാത്മനാ നിവസതായതു ദേവഗേഹേ പിണ്ഡാരകം സമഗമൻ മുനയോ നിർസൃഷ്ട. വസുദേവ ഗൃഹത്തില് ഇപ്പോ സംഹാര സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ കീർത്തിക്കുന്ന സകല ജനങ്ങളുടെയും കലിദോഷങ്ങളെ സംഹരിച്ച് പുണ്യ സമൂഹങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ തക്ക യോഗ്യതയുള്ള ശ്രേഷ്ഠകർമ്മങ്ങൾ ചെയ്യിക്കാനായി മഹർഷിമാരെയൊക്കെ വരുത്തി കർമ്മങ്ങളൊക്കെ ചെയ്തു. ആ കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിച്ചതിന് ശേഷം സൽക്കാരാദികളൊക്കെ ചെയ്ത് അവരെ ബഹുമാനിച്ച് യാത്ര അയച്ചു. തന്റെ സങ്കല്പ സാധ്യത്തിന് ഇവരെ ഭഗവാൻ പ്രേരിപ്പിച്ചതുകൊണ്ട് ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ട ഈ മഹർഷിമാര് ദ്വാരകയുടെ കിഴക്ക് വടക്കായി കിടക്കുന്ന പിണ്ഡാരകം എന്ന തീർത്ഥസ്ഥലത്തേക്ക് പോയി. അപ്പൊ തന്നെ മഹർഷിമാർക്ക് മനസ്സിലായി ഭഗവാന്റെ സങ്കല്പം എന്താണെന്ന്. ഭഗവാൻ ഇവരെ കൊണ്ട് ചെയ്യിച്ച യാഗാദികളായ ആ ശ്രേഷ്ഠ കർമ്മങ്ങള് കീർത്തിക്കുന്നവരുടെ സകല പാപങ്ങളും തീർന്ന് ഉത്തമ പുരുഷാർത്ഥം അവർ പ്രാപിക്കും. ചെയ്യിച്ചത് സാക്ഷാൽ ഭഗവാൻ, ചെയ്തവരോ പരമജ്ഞാനികളായ മഹർഷിമാര്. അതുകൊണ്ട് ആ കർമ്മങ്ങൾക്ക് എത്ര വൈഭവമുണ്ടെന്ന് നിർണയിക്കാൻ പ്രയാസം. സ്വാർത്ഥത്തിൽ താല്പര്യമില്ലാത്തവരും ലോകാനുഗ്രഹത്തിന് ഉപകരിക്കുന്ന യാഗാദി കർമ്മങ്ങൾ നടത്തണമെന്ന് ഭഗവാൻ തന്റെ പ്രവൃത്തി കൊണ്ട് ദൃഷ്ടാന്തപ്പെടുത്തി. അതാണ് അങ്ങനെ സ്വാർത്ഥത്തില് താല്പര്യമില്ലാത്തവരെ കൊണ്ട് വേണം ഇങ്ങനെ ലോകാനുഗ്രഹത്തിന് ഉപകരിക്കുന്ന യാഗാദി കർമ്മങ്ങളെ ചെയ്യിക്കേണ്ടത് എന്ന് ഭഗവാൻ തന്റെ പ്രവൃത്തി കൊണ്ട് ദൃഷ്ടാന്തപ്പെടുത്തി. വിശ്വാമിത്രോ അസിത കണ്വോ ദുർവാസാ ഭൃഗുരംഗിരാ കശ്യപോ വാമദേവോത്രി വസിഷ്ഠോ നാരദാദയ. ഇങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന ഭഗവാൻ കർമ്മങ്ങൾ നടത്തിച്ചത് ആരെ കൊണ്ടൊക്കെയാണെന്ന് വിവരിക്കണം. വിശ്വാമിത്രൻ, അസിതൻ, കണ്വൻ, ദുർവാസസ്, ഭൃഗു, അങ്കിരസ്, കശ്യപൻ, വാമദേവൻ, അത്രി, വസിഷ്ഠൻ, നാരദൻ മുതലായവരായിരുന്നു ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യാൻ ദ്വാരകയിൽ വന്ന മഹാന്മാര്. ഇവര് ഭഗവത് പ്രേരണയാൽ പിണ്ഡാരകത്തിലേക്ക് പോയി. എങ്കിലും ശാപത്തിന് ബാഹ്യമായ കാരണവും ആവശ്യമായതുകൊണ്ട് അതിന് യാദവ ബാലകന്മാരെയും ഭഗവാൻ പ്രേരിപ്പിച്ചു. അവർക്ക് അപ്പോഴാണ് ഒരു ദുർബുദ്ധി തോന്നിയത്. ക്രീഡന്തസ്ഥാനുപവ്രജ്യ കുമാരായതു നന്ദന ഉപസംഗൃഹ്യ പപ്രച്ചു അവിനീത വിനീതവത്. യാദവകുമാരന്മാര് പിണ്ഡാരക തീർത്ഥസ്നാനത്തില് ആ മഹർഷിമാരുടെ സമീപത്തില് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഒരു വൈഷമ്യവും ആലോചിക്കാൻ ശക്തിയില്ലാത്ത ഈ ചെറുപ്പക്കാര് ഒരു നേരം പോക്ക് കളിക്കാൻ നിശ്ചയിച്ചു. അതിന്റെ ഭവിഷ്യത്തൊന്നും ആലോചിച്ചില്ല. നമുക്കൊരു എല്ലാം ഒരു നേരം പോക്ക്. വിനയൊന്നും ഇല്ല ശരിക്കും അവർക്ക്. എങ്കിലും പുറമെ വിനയത്തോടുകൂടി മഹർഷിമാരുടെ സമീപത്ത് ചെന്ന് നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ വിനയാദി സൽഗുണ സമ്പന്നരായിരുന്ന ഈ കുമാരന്മാരുടെ സ്വഭാവം ദുഷിച്ചതിന് തന്നെയാണ് ഭഗവാന്റെ ഇച്ഛ തന്നെയാണ്. അപ്പൊ അവർക്ക് അങ്ങനെ തോന്നാൻ കാരണം പ്രധാന കാരണം എന്ന് കാണിക്കാനാണ് യദുനന്ദനാഹ. യദുനന്ദനന്റെ അല്ലെ ഭഗവാന്റെ തന്നെ പുത്രന്മാരാണ്. അവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയത് ഭഗവാന്റെ ആ ഇച്ഛ തന്നെയാണ്. തേ വേഷയിത്വാ സ്ത്രീവേഷൈ സാംബം ജാംബവതീ സുതം ഏഷാ പൃച്ഛതി വോ വിപ്ര അന്തർവജ്ഞസിതേക്ഷണ. ജാംബവതിയുടെ പുത്രനായ സാംബനെ ഇവരെല്ലാവരും കൂടി സ്ത്രീവേഷം കെട്ടിച്ച്
ഗർഭിണിയുടെ നിലയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് മഹർഷിമാരുടെ മുമ്പിൽ ചെന്ന് നിന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ബ്രാഹ്മണരെ, ഗർഭിണിയായ ഈ സുന്ദരി നിങ്ങളോട് ചോദിക്കുന്നു, പ്രഷ്ടും വിലജ്ജതി സാക്ഷാൽ പ്രഭ്രൂതാമോഘദർശന പ്രസോഷ്യന്തി പുത്രകാമ കിംസിൽ സഞ്ജനയിഷ്യതി. അല്ലയോ ബ്രാഹ്മണോത്തമന്മാരെ, എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ, കരുണ ചെയ്ത് ഉത്തരം പറയണമേ. പരിപൂർണ ഗർഭിണിയായിരിക്കുന്ന ഇവള് എന്തു കുട്ടിയെ പ്രസവിക്കും? നിങ്ങളോട് ചോദിക്കാൻ ഇവൾക്ക് ലജ്ജയാണ്. അതുകൊണ്ട് ഞങ്ങളെ ഇവർക്ക് വേണ്ടി ചോദിക്കുകയാണ് കേട്ടോ. പുത്രനെ പ്രസവിക്കണമെന്നാണ് ഇവളുടെ ആഗ്രഹം. ഭഗവാന്റെ പുത്രനായ സാമ്പന് ഈ മഹർഷിമാരിൽ ഈ വിധം ലഘുബുദ്ധി തോന്നിയതും യാദവകുമാരന്മാരെ ഇങ്ങനെ അവരോട് ചോദിച്ചതും സർവാന്തരാമിയുടെ പ്രേരണ തന്നെ എന്ന് മാത്രമല്ലാതെ എന്താ പറയാ. ഏവം പ്രലബ്ധാമുനയ താനൂജു കുപിതാ നൃപ ജനയിഷ്യതി വോ മന്ദ മുസലം കുലനാശനം. ശേഷബ്രഹ്മർഷി പറയാണ്, അല്ലയോ രാജാവേ, ഈ മഹർഷിമാരുടെ ശക്തിയെ കുറിച്ച് നല്ല അറിവ് അങ്ങേക്കുണ്ടല്ലോ. ഈ യദുപാലന്മാര് തങ്ങളെ വഞ്ചിക്കാനായിട്ടാണ് ഇങ്ങനെ ചോദിക്കണത് എന്ന് ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞ ഉടനെ കോപിച്ച ആ മഹർഷിമാര്, അല്ലയോ ബുദ്ധിശൂന്യന്മാരെ, നിങ്ങളുടെ കുലത്തെ നശിപ്പിക്കാനുള്ള ഇരുമ്പുലയ്ക്ക ഇവള് പ്രസവിക്കും എന്ന് ശപിച്ചു. തച്ഛ്രുത്വാദേതി സന്ത്രത്ത വിമുച്ച സഹസോദരം സാമ്പസ്യ ദൃശുസ്തസ്മിൻ മുസലം ഖല്വയസ്മയം. ഇതങ്ങോട്ട് കേട്ടില്ലേ? അവര് കുട്ടികളാണ് ശരിക്കും. വളരെ ഭയായി അവർക്ക്. ഉടനെ സാമ്പന്റെ വയറു മറച്ചു കെട്ടിയ വസ്ത്രം അഴിച്ചു നോക്കിയപ്പോ ഒരു ഇരുമ്പുലയ്ക്ക കണ്ടു. അവര് ഭഗവാന്റെ സങ്കല്പം ഭക്തന്മാര് മുഖാന്തരം ഇങ്ങനെ പ്രകാശിപ്പിച്ചു. ഭഗവത് ഭക്തന്മാരും ഭഗവാനും വാസ്തവത്തിൽ ഒന്നാണല്ലോ. ജ്ഞാനീ ത്വാത്മൈവമേ മതം, ജ്ഞാനി എന്റെ ആത്മാവാകുന്നു എന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചിട്ടുണ്ട്. ഇത്ര വേഗത്തിൽ വസ്ത്രാന്തർഭാഗത്തില് ഇരുമ്പ് കഷ്ണം എവിടെ നിന്ന് വന്നു ചേർന്നു എന്നൊന്നും പരിഭ്രമിക്കണ്ട. എല്ലാമായി വിളങ്ങുന്ന പ്രകൃതി പുരുഷന്മാരില്ലാത്ത സ്ഥാനം ഇല്ലല്ലോ. അവരുടെ സങ്കല്പ മാത്രത്താൽ ബ്രഹ്മാണ്ടം തന്നെ ഉണ്ടാകുമ്പോൾ ഒരു ഇരുമ്പ് കഷ്ണം വസ്ത്രാന്തർഭാഗത്തില് കാണപ്പെടുന്നത് എന്ത് വിചിത്രമാണോ? അല്ല, അതിലൊട്ടും അത്ഭുതമല്ല. കിം കൃതം മന്ദഭാഗ്യർന കിം വദിഷ്യന്തി നോ ജനാഃ ഇതി വിക്വലിതാഗേഹാൻ ആദായ മുസലം യയു. ഇങ്ങനെ ശപിച്ചില്ലേ? ആ ശാപം വാസ്തവമായിട്ട് ഭവിച്ചു എന്നങ്ങോട്ട് കണ്ടപ്പോ ഋതുകുമാരന്മാർക്ക് വളരെ ദുഃഖമായി. പരിഭ്രമിച്ചവരെ എന്താ ചെയ്യാന്? ഭാഗ്യഹീനരായ നമ്മളിനി എന്താ ചെയ്യാ? നമ്മെ പറ്റിട്ട് ജനങ്ങളെ എന്താ പറയാ എന്നിങ്ങനെ അന്യോന്യം പറഞ്ഞ് വ്യസനിച്ചും കൊണ്ട് ആ മുസലവും എടുത്ത് അവരുടെ വാസസ്ഥാനങ്ങളിലേക്ക് പോയി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.